സാറിന്റെ ഫോൺ 1 മിനിറ്റ് തരാൻ പറ്റുമോ? എന്ത് പറ്റി? സാർ അത് അച്ഛനെ വിളിക്കാനാ. എന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. താൻ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടോ, താൻ പേടിക്കണ്ട. ഇതാ. താങ്ക് യു സാർ. ബ്രോ, ഈ ഈസ്റ്റ് ഫോർട്ട് വഴി ഏതെന്നറിയോ? ഈസ്റ്റ് ഫോർട്ട് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ നേരെ പോകുമ്പോൾ അട്ടക്കുളങ്ങര ജംഗ്ഷനാണ്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ മതി. ഓക്കെ ബ്രോ, താങ്ക്സ്. അച്ഛൻ, ഞാൻ ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിൽക്കുക. അച്ഛൻ ഇപ്പൊ എവിടെയാ? അച്ഛാ, ആ ബസ് സ്റ്റോപ്പല്ലേ അവിടെ? താനിത് എന്ത് പണിയാ കാണിച്ചേ? സാർ, എനിക്ക് ഇവിടത്തെ സ്ഥലമൊന്നും അറിഞ്ഞൂടാ. അച്ഛന് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ബോർഡ് നോക്കാൻ വന്നതാ. അച്ഛൻ വരുന്നവരെ ഞാനിവിടെ നിൽക്കണോ? വേണ്ട സാർ, അച്ഛൻ ദാ എത്തി. ശരി സാറേ, ഇത് 2000 ആയി. ആ, സാർ, ബാലൻസ് ഇല്ല. ബാലൻസ് ഇല്ലെന്നോ? താൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ. ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്നാ കാണിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടാ, നീ നിന്റെ മൊബൈലിലെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തു. എടാ, മൊബൈലിൽ ബാലൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ നെറ്റ്വർക്ക് കിട്ടണില്ല. അതെന്ത് പറ്റി? ആർക്കറിയാം, എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. അക്കൗണ്ടിൽ ബാലൻസും ഇല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ. എടാ, എൻ്റെ ഓഫീസിൽ ഒരാൾക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായി. പുള്ളിയുടെ സിം ആരോ ക്ലോൺ ചെയ്തിട്ട് അക്കൗണ്ടിലെ മൊത്തം പൈസയും പോയി. നീ നിന്റെ മൊബൈൽ പരിചയമില്ലാത്ത ആർക്കെങ്കിലും കൊടുത്തായിരുന്നു? മാഡം, എടി, ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. മാഡത്തിനൊരു ഡെലിവറി ഉണ്ടായിരുന്നു. ഡെലിവറിയാ? ഞാൻ അതിനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. മാഡത്തിന്റെ പേര് രേണുക എന്നല്ലേ? ഈ പേരിലാണല്ലോ ഡെലിവറി വന്നത്. അനിയ, പേരൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ടുപോകും. അയ്യോ മാഡം, ഇതെനിക്കങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് 3400 ഓർഡറാണേ. ഷെടാ, എന്നും പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലാത്ത സാധനം ഞാൻ എന്തിനു വാങ്ങണോടോ? താൻ മനുഷ്യനെ മെനക്കെടുത്തിക്കാതെ എടുത്തോണ്ട് പോയേ. മാഡത്തിന് അപ്പോൾ ഈ ഓർഡർ വേണ്ടെന്ന് ഉറപ്പാണോ? എങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ? ശരി, ഒന്ന് ക്യാൻസൽ ചെയ്യൂ. ഒരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് റേസ് ചെയ്തിട്ടുണ്ട്. മാഡത്തിന് ഫോണിലോട്ട് ഇപ്പോൾ ഒരു ലിങ്ക് വരും. അത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ഒരു OTP വന്നില്ലേ? ആ, 3645. ഓക്കെ മാഡം, ക്യാൻസൽ ആയിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചില്ലേ? അടച്ചല്ലോ.
ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഞാൻ നമ്പറിലൊന്ന് വിളിച്ചു നോക്കും. ഹലോ, KCB ഓഫീസ്. ആ, നിങ്ങളുടെ ഓഫീസിൽ നിന്നേ ഞങ്ങളുടെ കണക്ഷൻ കട്ടാവെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നേ. നമ്മൾ ബില്ലെല്ലാം നേരത്തെ അടച്ചതാണല്ലോ. ഓക്കെ, മാമിന്റെ കൺസ്യൂമർ ID ഒന്ന് പറയാവോ? മാം, ഇവിടെ പേയ്മെന്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. ലാസ്റ്റ് മന്ത് ഡ്യൂ ഒരു 4300 അല്ലേ? അതെ. അത് ചിലപ്പം സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ കാരണം അപ്ഡേറ്റ് ആവാത്തതായിരിക്കും. പല കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. മാം ഒരു കാര്യം ചെയ്യും, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ക്വിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. മാം അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ ഉപയോഗിച്ച കാർഡിന്റെ ഡീറ്റെയിൽസ് ഇല്ലേ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അപ്പം തന്നെ അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ. കാർഡ് ഒന്നും കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടേ. മാം ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് പേയ്മെന്റ്. ഓക്കെ. ഓക്കെ, ബൈ. അക്കൗണ്ട് ഫുൾ കാലിയാക്കിട്ടു. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നു വരികയാണ്. ഇന്ത്യ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിലോട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മൊബൈലിന്റെ ആക്സസ് സ്കാമേഴ്സിന് ലഭിച്ചാൽ തന്നെ അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ പണം തട്ടിയെടുക്കാൻ സാധിക്കും. ഇതിനായി ഇവർ ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളിലൊന്നാണ് സിം ക്ലോൺ. നമ്മുടെ സിമ്മിന്റെ എക്സാക്ട് ഐഡന്റിക്കൽ കോപ്പി ഇവർ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ മൊബൈൽ നമ്പറിന്റെ ഫുൾ കൺട്രോൾ ഇവർക്ക് ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർ നമ്മുടെ ഒറിജിനൽ സിം ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് വരുന്ന SMS, ബാങ്ക് OTP എന്നിവയൊക്കെ ലഭിക്കുന്നത് ഇവർക്കായിരിക്കും. ഇത്തരം സിം ക്ലോണിംഗ്, സ്വാപ്പിംഗ് ആൻഡ് പോർട്ടിംഗ് ടെക്നിക്കുകൾ വഴി ലക്ഷങ്ങളാണ് സ്കാമേഴ്സ് തട്ടിയെടുക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കാൻ ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ഫോൺ പരിചയമില്ലാത്തവർക്ക് നൽകാതിരിക്കുക. ഇനി ആരെങ്കിലും ഇതുപോലെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ നിങ്ങൾ തന്നെ ഡയൽ ചെയ്തതിനു ശേഷം അവരോട് സ്പീക്കറിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുക. അതുപോലെ മൊബൈൽ ഫോൺ നന്നാക്കാൻ കൊടുക്കുമ്പോൾ സിം മാറ്റിവെച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നെ പുതിയതായി കണ്ടുവരുന്ന മറ്റൊരു സ്കാമാണ് ഫേക്ക് പാർസൽ ഡെലിവറി സ്കാം. ഡെലിവറി ഏജന്റ് എന്ന വ്യാജേന ഒരാൾ നമ്മൾ ഓർഡർ ചെയ്യാത്ത പ്രോഡക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം അത് നമ്മളെ വാങ്ങാൻ ആവശ്യമുണ്ട്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഒരു ക്യാൻസലേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ക്യാൻസലേഷൻ OTP കൂടി നമ്മൾ നൽകിയ പിന്നെ നമ്മുടെ മൊബൈലിന്റെ ആക്സസ് അവർ പൂർണ്ണമായി കൈക്കലാക്കും. പിന്നെ ഈയിടയ്ക്കായി ഒരുപാട് മലയാളികൾ അകപ്പെട്ട മറ്റൊരു സ്കാമാണ് KSEB സ്കാം. ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്ന വ്യാജേന ഒരു വ്യാജ SMS അയച്ചാണ് ഇവർ ആൾക്കാരെ വലയിലാക്കുന്നത്. അവർ പറയുന്ന ക്വിക്ക് സപ്പോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ആക്സസ് അവർക്ക് നൽകിയ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ പൂർണ്ണമായ കൺട്രോൾ സ്കാമേഴ്സിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ പാനിക്കായി ആ നമ്പറിലേക്ക് വിളിക്കാതെ KSEBയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, OTP എന്നിവ ഒരിക്കലും ഇവരുമായി പങ്കുവെക്കാതിരിക്കുക. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം നമുക്ക് ചിലപ്പോൾ നഷ്ടമാകുന്നത് ജീവിതകാലം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമായി. അതുകൊണ്ട് ഓരോ നിമിഷവും ഇത്തരം കെണികളിൽ നിന്ന് ജാഗരൂകരായിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇനി ആരും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സ്കാമേഴ്സിന്റെ ഇത്തരം കെണികളിൽ നമ്മൾ വീഴാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. SKG Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKG Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKG Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKG Talksന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.